മണ്ണിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരും മണ്ണിന് മുകളിൽ കുരുങ്ങിക്കിടക്കുന്നവരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. മണ്ണിന് മുകളിലിരിക്കുന്നവർക്ക് ജീവനുണ്ട് എന്ന് മാത്രം. അവർ അക്ഷരാർത്ഥത്തിൽ ജീവനറ്റ മനുഷ്യരായി തന്നെ ഇരിക്കുകയാണ്, ആശയറ്റ മനുഷ്യരായിരിക്കുകയാണ്. അവരുടെ സ്വപ്നങ്ങൾക്കുള്ള ജീവൻ എന്നേക്കുമായി ഇല്ലാതായി. ഇനി തിരിച്ചു പിടിക്കണം, സാവധാനം അവർക്ക് ജീവൻ കൊടുക്കണം. വയനാട് ദുരന്തശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്, സ്വന്തം വീടുകളിരുന്ന ഇടങ്ങളിലേക്ക് എത്തിയ പലരും ഇടനെഞ്ചു പൊട്ടിയാണ് മടങ്ങിയത്. എല്ലാം നഷ്ടപ്പെട്ട ഭൂമിയിലേക്ക് ഇനി മടങ്ങാനില്ലെന്ന് കണ്ണീരോടെ പറയുന്നു പലരും. കൂടപ്പിറപ്പുകളെ ഉൾപ്പെടെ നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോഴും ആ തേങ്ങൽ ഒടുങ്ങിയിട്ടില്ല. പോയി, ഞങ്ങൾക്ക് എന്തായാലും എല്ലാം പോയില്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് മേലി, ഒന്നും കാണാനൊന്നുമില്ല. കുറച്ച് വീടുകളാണ് ബാക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട്, കുടുംബം മാത്രമല്ല. ഞങ്ങളെ മുണ്ടക്കയിൽ ഒരുമോട് കഴിയണ ഒരു നാടാണ്, ഒത്തൊരുമിച്ച് എല്ലാത്തിനും നിൽക്കുന്ന നാടാണ്. ഞങ്ങളെ ബാക്കിയുള്ളവരൊക്കെ മോളെ വീട്. അപ്പം ഞാൻ രാത്രി വിളിച്ചപ്പോൾ പറഞ്ഞു മോള് അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ചളിയാണ് പറഞ്ഞ് ബാക്കിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിൽക്കേണ്ട പോകാൻ പറഞ്ഞപ്പോൾ അതിലെ പോയി. അപ്പോൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞു അനുജനൊന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഫോൺ ആദ്യം 1 മണിക്ക് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പിന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ ഫോൺ എടുക്കണില്ല. ദുരന്തശേഷം ഇന്നാണ് ഇവർ സ്വന്തം വീടുകളിലേക്ക് എത്തിയത്. ഒരായുസ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം കൺമുന്നിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ട അവസ്ഥ. വീടിന്റെ അവസ്ഥ ഇനി അതിൽ താമസത്തിന് പറ്റൂല, അത്ര ആവശ്യ നിലയിലാണ് നിൽക്കുന്നത് വീട്. ഇതിലേക്ക് എങ്ങനെ വരും? വഴി പോലും ഇതൊന്നും അടുത്ത കാലത്തൊന്നും ആവാൻ കൂടില്ല. ഈ നാട്ടിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നില്ല പലരും. സർക്കാർ വേറെ വെച്ച് തരാറിനാലും വരില്ല, ഈ സ്ഥലത്തേക്ക് വരില്ല. എന്റെ ബാക്കിയൊക്കെ പോയില്ല, ഇനി ഇങ്ങോട്ട് എന്തായാലും വരില്ല. നഷ്ടങ്ങളുടെയും വേദനകളുടെയും നടുക്കടലിലാണ് ഇവരെല്ലാവരും. ജന്മം നൽകിയവരും കൂടപ്പിറപ്പുകളും ഉൾപ്പെടെ ഉറ്റവരും ഉടയവരുമെല്ലാം ഇപ്പോഴും കാണാമറയത്താണ്. പിന്നെ ബന്ധുക്കൾ 11 പേരിൽ 2 പേരാണ് രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരും പോയി, 2 കുടുംബം പോയി. എത്ര എണ്ണത്തിന് മറവ് ഇതറിയാണ് 2-3 ദിവസമായിട്ട് കിട്ടുന്നൊക്കെ അനുജനെ, പെങ്ങളെ, അനുജന്റെ കുട്ടികളെ എല്ലാം കൊണ്ട് മറവ്. എല്ലാവർക്കും മണ്ണിടാൻ നമ്മളെ ബാക്കിയാക്കി. ഞാൻ മൂത്തതാണ്, ബാക്കിൻ്റെ താഴെയുള്ളതാണ് ഇപ്പോൾ ഈ പോയതൊക്കെ. അങ്ങനെയുള്ളൊരു യോഗം നമ്മൾ തലരുണ്ട്. അവരുടെ ഓർമ്മകൾ പേറാൻ ഇത്തരം ചില ശേഷിപ്പുകൾ മാത്രമാണ് ഇന്നിവർക്ക് കൂട്ടായുള്ളത്. എൻ്റെ അനിയൻ്റെ മോളാണിത് മരിച്ചതാണ്. ഇതിന് ബോഡി അന്ന് കിട്ടി, അന്ന് തലേന്ന് കിട്ടി. പിന്നെ ഇതിൽ 2-3 കുട്ടികളുണ്ട്, ശരിക്കും മനസ്സിലാണില്ല, അന്ന് മുഖം ശരിക്കും കാണാൻ പറ്റിയില്ല, അതൊക്കെ മരിച്ചതാണ്. പിന്നെ എൻ്റെ മോന് സേഫാണ്. ഈ ടീച്ചർമാർ ഇവരൊന്നും ഇത് സ്കൂളിൽ നിർത്ത ഫോട്ടങ്ങളാണ്. ഇതിൽ മരിച്ചത് ഇപ്പം നമ്മളെ മക്കളാണ്. ഇവരെ പോലെ ഇതുപോലെ പാതിയിൽ പൊലിഞ്ഞ സ്വപ്നങ്ങളുടെ താഴ്വാരമായി മാറിയിരിക്കുകയാണ് ഇന്ന് വയനാട്. ഇവരുടെയൊക്കെ ഉള്ളകം നീറ്റുന്ന പേമാരി പെയ്ത്തിന്, ദുഃഖങ്ങളുടെ സങ്കടക്കടലിന് ഇപ്പോഴും അറുതിയില്ല. ജീവിതം ഇനി എവിടെ നിന്ന് കെട്ടിപ്പടുക്കണമെന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഒരു പറ്റം മനുഷ്യജന്മങ്ങൾ. മുണ്ടക്കയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ.